ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ സരിയു മോളെയും കൂട്ടിക്കൊണ്ട് പോവാണ്. കിരണോട് പറയണ്ട്, മോളെ മാമന്റെ കൂടെ എപ്പോഴെങ്കിലും മോൾക്ക് കറങ്ങാൻ പോവാലോ. ദേ അമ്മക്ക് സാലറി കിട്ടിക്കുന്ന ദിവസമോ കിരണെ സാലറി കിട്ടുന്ന ദിവസം ഞാൻ മോളായിട്ട് പുറത്തൊക്കെ പോകും. പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ച് മോൾക്ക് കുറച്ച് കളിപ്പാട്ടും ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടെ ഞങ്ങൾ വരുള്ളൂ. അതുകൊണ്ട് ഞാൻ മോളെയും കൂട്ടിക്കൊണ്ട് പോകുവാണേ. അപ്പൊ ഷാരി പറയണ്ട്, ഞാനും വരട്ടെ മോളെയും ചെയ്യുമ്പോ ആ അമ്മയും വാ എന്ന് പറഞ്ഞിട്ട് അവര് മൂന്ന് പേരും കൂടി പാർക്കിലേക്ക് പോകാട്ടോ. അവര് പോയിക്കുമ്പോഴേക്കും രൂപ കിരണിനോട് പറയണ്ട്, അല്ല നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരുന്നോ? കിരണേം ചോദിക്കുകയാണ്. അതെ അമ്മേ, മനോഹർ അവൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക മോളെ കാണണം മോളെ കാണണമെന്ന്. അവൻ പ്രതീക്ഷിച്ചിരിക്കുക മോളെ ഞാൻ കൊണ്ടുവരുമെന്ന്. എടാ വേണ്ട, സരയൂന് അത് ഇഷ്ടമല്ല. മനോഹർ മാറി നീ പറയുമ്പോൾ എനിക്കത് വിശ്വാസമാണ്, അവൻ മാറിയെന്ന് തന്നെ എനിക്ക് വിശ്വാസമാണ്. പക്ഷെ സരയൂന് ഇഷ്ടപ്പെടാതെ നമ്മളൊന്നും ചെയ്യണ്ട. കാരണം അവളുടെ കുഞ്ഞാണ് കൺമണി മോള്. ഒരു കണക്കിന് കൺമണി മോളെ പോലത്തെ ഒരു കുഞ്ഞ് മനോഹരനെ പോലത്തെ ഒരു അച്ഛനാണ് അവൾക്കുള്ളതെന്ന് അറിയാതിരിക്കണേ നല്ലത്. എത്ര കുട്ടികളുടെ അച്ഛനാവൻ, നീ തന്നെ ഒന്ന് ആലോചിച്ചൊരുക്കി. അവൻ ചെയ്ത തെറ്റുകൾ പെട്ടെന്ന് മറക്കാനും പൊറുക്കാനും സാധിക്കില്ല. പിന്നെ അവന്റെ ഒരു അവസാന ആഗ്രഹം നിലക്ക് മോളെ കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവൻ ഈ മോള് മാത്രല്ലല്ലോ, സ്നേഹിക്കുമ്പോ എല്ലാ മക്കളെയും അവനെ സ്നേഹിച്ചൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ശരിയമ്മേ, എങ്കിലും മനോഹരത്ത് പോയി പറയട്ടെ, കുഞ്ഞിനെ കാണിക്കാൻ പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ അവൻ കാത്തിരിക്കും. ശരി, നീ പോയി പറ. സരിയു സമ്മതിക്കില്ല, എന്തെങ്കിലുമൊക്കെ ഒരു അവസരം കിട്ടുവാണെങ്കിൽ കാണിക്കാന്ന് പറഞ്ഞിട്ട് പ്രതീക്ഷ കൊടുത്തിട്ടും കൂടെ വന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കിരൺ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവാണ്. മനോഹർ ഇങ്ങനെ കിരണിനെയും കാത്തിരിക്കാട്ടോ, മോളെയും കൂട്ടിക്കൊണ്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിട്ട്. അങ്ങനെ കിരൺ വരുമ്പോഴേക്കും മനോഹർ ചോദിക്കണ്ടേ, കിരൺ സാറ് മോളെ കൊണ്ടുവരാൻ പറ്റിയോ? കല്യാണി മേഡത്തിന്റെ കയ്യിൽ കുഞ്ഞുണ്ടോ? കല്യാണി മേഡം പുറത്തുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. ഇല്ല മനോഹറെ, എനിക്ക് അവളെ കുഞ്ഞിനെ കൊണ്ടുവരാൻ പറ്റില്ല. അതെന്താ? ഞാൻ കുഞ്ഞിനെ കൊണ്ടുവരാൻ വേണ്ടി തന്നെയാണ് വീട്ടിലേക്ക് പോയത്. കുഞ്ഞിനെ എടുത്ത് ഇറങ്ങാൻ പോയപ്പോഴേക്കും സരയു വന്നു. അവക്കിന്ന് സാലറി കിട്ടിയ ദിവസമാണല്ലോ. അവള് കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പുറത്തു പോവാന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെയും വാങ്ങിച്ചോണ്ട് പോയി. പുറത്തു പോവാണെന്നോ? അതെ, അവളും പിന്നെ അവളുടെ വളർത്തമ്മയുണ്ടല്ലോ, വളർത്തമ്മയും കുഞ്ഞും കൂടിയിട്ട് പുറത്തേക്ക് പോയിരിക്കുക. പുറത്തേക്കോ? പുറത്തേക്ക് എവിടെയാ പോയിരിക്കുന്നത്? അവര് ബീച്ചിലേക്കായിരിക്കും. എപ്പോഴും ബീച്ചും അല്ലെങ്കിൽ പാർക്കിലേക്കാണല്ലോ പോണത്. എന്തായാലും എനിക്ക് വേണ്ടി കിരൺ സാർ ബുദ്ധിമുട്ടുണ്ട്. സാരില്ല, നിങ്ങൾ തമ്മിൽ ഇനി ശത്രുതയിലൊന്നും ആവണ്ടേ. ഇപ്പൊ സരിയോ നല്ല സ്വഭാവത്തിലല്ലേ, അങ്ങനെ തന്നെ അവൾ അങ്ങോട്ട് പോട്ടെ, കുഴപ്പമില്ല എന്നൊക്കെ പറയാണ്. സോറി മനോഹർ, എന്തിലൊക്കെ ഒരു അവസരം എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്ന് പോവുകയാണ്. കിരൺ പോയി കഴിയുമ്പോഴേക്കും മനോഹർ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാട്ടോ, അപ്പൊ എന്റെ മോളെയും കൂട്ടിക്കൊണ്ട് സരിയോ പാർക്കിലോ ബീച്ചിലോ എവിടെയോ ഉണ്ട്. പാർക്കും ബീച്ചും ഈ ഹോസ്പിറ്റലിന് അടുത്ത് തന്നെയാണ്. ഇവിടുന്ന് എങ്ങനെയെങ്കിലൊക്കെ മോളെ കാണാൻ വേണ്ടി പോയാലോ എന്ന് മനോഹർ വിചാരിക്കാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ തടി തപ്പി മനോഹർ പുറത്തേക്ക് ചാടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. അതിനുശേഷം മനോഹർ ആദ്യം പോണത് ബീച്ചിലേക്കാണ്. അവിടെയൊക്കെ നടക്കുമ്പോ മനോഹറിന്റെ കുഞ്ഞിനെ കാണുന്നില്ല കേട്ടോ. അവിടെ ഒന്നും കുഞ്ഞില്ല. മനോഹർ ഭ്രാന്ത് പിടിച്ച പോലെ ബീച്ചിനടുത്തുള്ള പാർക്കിലേക്ക് പോയി നോക്കുമ്പോ അവിടെ സരയു ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സരയുവിന്റെ തൊട്ടടുത്ത് കുഞ്ഞുണ്ട്. ഷാരിയാണെങ്കിൽ ഐസ്ക്രീം മേടിക്കാൻ വേണ്ടി കുറച്ച് അപ്പുറത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ കുഞ്ഞിങ്ങനെ മനോഹറിനെ കാണുമ്പോ തന്നെ ഇങ്ങനെ നോക്കി ഇങ്ങനെ ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. മനോഹറിന് ഭയങ്കര സന്തോഷമാണ്. മനോഹർ കുറെ നേരം കുഞ്ഞിന്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശേഷമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ ഇങ്ങനെ മനോഹർ നോക്കിയിട്ട് കുഞ്ഞിനെ എടുക്കണമെന്നൊരു ആഗ്രഹം കൊണ്ട് തന്നെ മനോഹർ വേഗം തന്നെ കുഞ്ഞിനെ എടുക്കാട്ടോ. അപ്പൊ എടുക്കുമ്പോ സരിയു ഇത് അറിയുന്നുണ്ട്. സരിയു വേഗം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുമ്പോഴേക്കും മനോഹർ കുഞ്ഞിനെ എടുത്തിട്ട് ഒറ്റ ഓട്ടോ ആട്ടോ. അയ്യോ കള്ളൻ, അയ്യോ എന്റെ കുഞ്ഞെടുത്തോണ്ട് പോയെന്ന് പറയുമ്പോ സരിയു ഭയങ്കര ബഹളം ഉണ്ടാക്കാണ്. പക്ഷെ മനോഹർ ആ കുഞ്ഞിനെ എടുത്തോണ്ട് ഒരു ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കാണ്. സരിയു തൊട്ടു പിന്നാലെ തന്നെ ഓടുന്നുണ്ട്. ഇനി മനോഹർ ആ കുഞ്ഞിനെ കൊണ്ട് എവിടെയെങ്കിലും ഓടിപ്പോയെന്ന് പോലും അറിയില്ല. മിക്കവാറും അങ്ങനെ തന്നെ ആവാനാണ് ചാൻസ്. മനോഹർ തന്റെ മോളെയും കൂട്ടിക്കൊണ്ട് ആ നാട്ടിലല്ല വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് കൂലിപ്പണി എടുത്തിട്ടാണെങ്കിൽ തന്റെ മോളെ നോക്കണം. തന്റെ മോളുടെ ഇനി തന്റെ ജീവിതം ആ മോൾക്ക് വേണ്ടി ജീവിക്കണം. മോൾക്ക് വേണ്ടിയിട്ട് കുറെ നാള് ജീവിക്കണം. മോൾക്ക് വേണ്ടിയിട്ട് മോള് തന്നെ തന്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്നൊരു അത്യാഗ്രഹം മൂലം മനോഹർ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് പോകുവാണ്. സരിയു ആണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കട്ടോ. സരിയു ഈ കാര്യം കിരണിനെ വിളിച്ചു പറയുന്നുണ്ട്. കിരണെ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താ സരിയു, എന്താ പ്രശ്നം? ഞാൻ മോളായിട്ട് പാർക്കിലേക്കൊക്കെ വന്നായിരുന്നു. മനോഹർ ഇവിടെ വന്ന് മോളെ എടുത്തോണ്ട് പോയി. നീ എന്തൊക്കെയാ പറഞ്ഞ? മനോഹർ അവിടെ വന്നോ? അവ ഹോസ്പിറ്റലിലല്ലേ? എനിക്ക് അറിയില്ല കിരണെ, അവൻ ഹോസ്പിറ്റലൊന്നും ഉണ്ടാവില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും ഹോസ്പിറ്റലുകാരും വിവരമൊക്കെ എല്ലാവരും അറിയിക്കുന്നുണ്ട് മനോഹർ അവിടെ നിന്ന് ഓടിപ്പോയെന്ന്. അങ്ങനെ ഹോസ്പിറ്റലുകാർക്കും നാണക്കേടാവാണ്. കാരണം ഒരു പ്രാവശ്യം ഗംഗപ്രസാദ് പോയിന്റെ നാണക്കേട് ഹോസ്പിറ്റലിലുണ്ട്. അതിന് പുറമെ മനോഹർ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ഓടിപ്പോയിരിക്കണം. അത് ഓടിപ്പോയത് മാത്രമല്ല, കുഞ്ഞിനെ എടുത്തോണ്ടാണ് മനോഹർ ഓടിപ്പോയിരിക്കണത്. അതുകൊണ്ട് തന്നെ സരിയുവിന് ദേഷ്യം കൂടുകട്ടെ മനോഹറിനടുത്തുള്ള. കിരണും കല്യാണി മനോഹർ എവിടെ പോയെന്നുള്ള അന്വേഷണവും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും CCTV ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ മനോഹറിന്റെ കാര്യങ്ങൾ അവിടെ അങ്ങനെ
അന്വേഷിച്ചുകൊണ്ടിരിക്കെ തന്നെ ഗംഗപ്രസാദ് ആണെങ്കിൽ അമലുവിനെ പ്രണയം നടിച്ച്, അതായത് കള്ള പ്രണയം നടിച്ച് വലയിൽ വീഴ്ത്തിയിരിക്കുകയാണ്. അമലുവിന്റെ കയ്യിൽ നിന്ന് കുറച്ച് അമ്പ് വിദ്യകളും അതുപോലെ തന്നെ ഈ നാട്ടിലേക്ക് പോകാനുള്ള വഴിയും കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഗംഗപ്രസാദ് അമലുവായിട്ട് ഇങ്ങനെ കൂടി ഇങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ അമലു ആണെങ്കിൽ കുറെ കാര്യങ്ങൾ ഗംഗക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഒരുപാട് ദൂരത്ത് നിന്ന് ശത്രുവിനെ എങ്ങനെ അമ്പ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് ഗംഗപ്രസാദ് വേഗം വേഗം പഠിക്കുന്നുണ്ട്. കാരണം കിരണോ പോലീസുകാരോ അഥവാ തന്റെ ശത്രുക്കൾ ആര് വന്നാലും അമ്പ് ചെയ്യണം, അഥവാ അമ്പ് ചെയ്യാൻ ഇവിടെ വെച്ച് പറ്റില്ലെങ്കിൽ നാട്ടിൽ പോയിട്ടാണെങ്കിലും ചെയ്യാലോ. അപ്പൊ അതുകൊണ്ട് തോക്കിന്റെ ഇനി ആവശ്യമില്ലല്ലോ, ഒരൊറ്റ അമ്പിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അതൊക്കെ മനോഹർ വേഗം വേഗം പഠിച്ചെടുക്കാണ്. അപ്പൊ വേലു ചോദിക്കുന്നുണ്ട്, എന്തിനാണ് ഇതൊക്കെ ഇവനെ പഠിപ്പിക്കുന്നത്, ഇതിന്റെ ആവശ്യം എന്താണ്, ഇവരും ഫോട്ടോഗ്രാഫർ ആണെന്നല്ലേ പറഞ്ഞത്, ഫോട്ടോഗ്രാഫർക്ക് എന്തിനാ അമ്പ് ചെയ്യണ ആവശ്യം എന്നൊക്കെ ചോദിക്കുമ്പോ അമല് പറയുന്നുണ്ട്, അത് കൊള്ളാം, അതൊക്കെ ഒരു മനുഷ്യന്റെ കാര്യമല്ലേ, അമ്പ ചെയ്യാൻ പഠിക്കണതും അതുപോലെ തന്നെ ഓരോരോ ഗെയിമും അത് ഓരോരോ കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇതേ പഠിക്കാൻ പാടുള്ളൂ, നമ്മൾ നാട്ടിലുള്ള ആൾക്കാരാണ് ഇത് വേണ്ട, അങ്ങനെയൊന്നും പറ്റത്തൊന്നുമില്ല. ആ ചേട്ടന് ആഗ്രഹമുണ്ട്, വിനായകേട്ടൻ പഠിക്കുന്നു, അതിന് വേലുവേട്ടൻ എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് അമല് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാണ്. അത് മാത്രല്ല, ഇടയിൽ നമ്മുടെ ഗംഗപ്രസാദ് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്, നാട്ടിലേക്ക് പോകാനുള്ള വഴികളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. കാരണം പെട്ടെന്ന് ഓടി രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ, അത് കാട്ടുമൃഗങ്ങളൊന്നും ഇല്ലാതെ ഓടി രക്ഷപ്പെടാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ ഗംഗപ്രസാദും അമലവും കൂടിയിട്ട് കാട്ടിലേക്ക് പോകുന്ന സമയത്താണ് ഒരു ശബ്ദം കേൾക്കുന്നത്. അത് കേൾക്കുന്നത് ഗംഗപ്രസാദും അമലവും കൂടിയിട്ട് വേഗം തന്നെ മരത്തിന്റെ ഇടയിൽ പോയി ഒളിക്കാട്ടോ. അപ്പൊ ആ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് നോക്കുമ്പോഴേക്കും ഗംഗപ്രസാദ് നോക്കുമ്പോഴേക്കും അത് വേറെ ആരുമല്ല, കിരണാണ് കേട്ടോ. അപ്പൊ കിരണിനെ കാണുമ്പോൾ തന്നെ ഗംഗ മനസ്സിൽ വിചാരിക്കേണ്ടത്, ഇതന്നെ പറ്റിയ അവസരം, ഈ അമ്പ് കൊണ്ടിട്ട് അവന്റെ നെഞ്ചിലേക്ക് തന്നെ ഈ അമ്പ് തറച്ചു കയറുന്ന രീതിയിലേക്ക് നോക്കാം. അമലുവിനോട് വല്ല കാലിൽ അമ്പെറിയണമെന്ന് പറഞ്ഞിട്ട് നെഞ്ചിലേക്ക് എറിയാമെന്ന് ഗംഗപ്രസാദ് വിചാരിക്കുകയാണ്. അങ്ങനെ കിരൺ ഇങ്ങനെ വരുമ്പോ കിരൺ ഗംഗേനെയും ഗംഗ കിരണിനെയും കാണുന്നുണ്ട്. ഗംഗ മരിച്ചിട്ടില്ല, പഴയതുപോലെ, അതായത് ഒരു കുഴപ്പമില്ല, ഒരു പോറല് പോലില്ല, കൈക്കും കാലിലും ഒരു സ്വാധീനക്കുറവുമില്ല, പഴയതിലും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെന്ന് അറിയുമ്പോൾ കിരണിനും ദേഷ്യം വരും കേട്ടോ. കിരൺ വേഗം തന്നെ ഗംഗപ്രസാദിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഗംഗപ്രസാദിന്റെ തോളത്ത് അമ്പും കാര്യങ്ങളൊക്കെ കേട്ടോ. അതിൽ നിന്ന് ഒരു അമ്പ് എടുത്തിട്ട് ഗംഗപ്രസാദ് വേഗം തന്നെ അമ്പ് എറിയാണ് കിരണിന്റെ നെഞ്ചിലേക്ക് തന്നെ. നെഞ്ചിൽ അമ്പ് കൊള്ളുന്ന കിരൺ അവിടെ കുഴഞ്ഞു വീഴുവാട്ടോ. എന്നിട്ട് ഗംഗപ്രസാദ് അമലിനും കൂടെ അവിടുന്ന് പോകാണ്. അമലിനോട് പറയണ്ട, ഇവനാണ് മെയിൻ ശത്രു, ഇവൻ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല, പോലീസുകാരെ പോലും ഇവന്റെ കൂടെയാണ്, ഇവന്റെ അച്ഛനൊക്കെ ഭയങ്കര സാധനമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ അമലുവിനും തെറ്റിദ്ധരിപ്പിക്കാട്ടോ. അപ്പൊ കിരൺ ഇങ്ങനെ കുഴഞ്ഞു വീണ് കിടക്കുന്ന ഭാഗം കാണിക്കുന്നുണ്ട് പ്രൊമോയില്. പക്ഷെ അത് സ്വപ്നം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അറിയില്ല, സ്വപ്നമല്ല ഇനി ശരിക്കും റിയൽ ആയിട്ടാണോ എന്ന് അറിയില്ല. എന്തായാലും മനോഹറിന്റെ കാര്യം സത്യം തന്നെയാണ്. മനോഹർ കുഞ്ഞായിട്ട് ഓടി പോകുന്നുണ്ട്. എവിടെയെങ്കിലൊക്കെ പോയിട്ട് കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കാനാണ് മനോഹറിന്റെ ഉദ്ദേശം. അത് നടക്കാൻ പോകുന്നില്ല. കാരണം കിരണും ചന്ദ്രസേനന്റെ ആൾക്കാരും എല്ലാരും കൂടി ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ മനോഹർ എവിടെയാണെന്നും എങ്ങനെയാണ് ഇരിക്കണമെന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് വീക്കെൻഡ് പ്രൊമോയില് കാണിച്ചത് മനോഹറിന്റെ ഭാഗവും അതുപോലെ തന്നെ ഗംഗപ്രസാദിന്റെയും കിരണിന്റെയും ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി എപ്പിസോഡ് ആയിരിക്കും ഇനി നമുക്ക് ഈ ആഴ്ച കാണുന്നത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.